യാത്രക്കാരുടെ എണ്ണത്തിലും വരുമാനത്തിലും ഏറെ മുന്നിലുള്ള കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ വികസനമില്ലാതെ വീർപ്പുമുട്ടുന്നു. വർഷങ്ങളോളമായുള്ള യാത്രക്കാരുടെ നിരന്തരമായ ആവശ്യങ്ങളൊന്നും അംഗീകരിക്കാതെ പുറംതിരിഞ്ഞു നിൽക്കുകയാണ് റെയിൽവേ അധികൃതർ. വികസന കുതിപ്പിനുതകുന്ന സ്ഥലമുണ്ടായിട്ടും അത് സ്വകാര്യ വ്യക്തിക്ക് 49 വർഷത്തെ പാട്ടത്തിന് നൽകുകയാണ് ചെയ്തത്. ആകെ 3 പ്ലാറ്റ്ഫോമുകൾ മാത്രമുള്ള ഇവിടെ 4ാമത്തെ പ്ലാറ്റ്ഫോമിനായി മുറവിളി തുടങ്ങിയിട്ട് ഏറെ കാലമായി. 11 തീവണ്ടികൾ യാത്ര ആരംഭിക്കുന്ന സ്റ്റേഷനാണ് കണ്ണൂർ. ഒരു തീവണ്ടി പോലും യാത്ര തുടങ്ങാത്ത കോട്ടയത്തിന് 6 പ്ലാറ്റ്ഫോമുകൾ ഉള്ളപ്പോഴാണ് കണ്ണൂരിന്റെ ദുരവസ്ഥ. തീവണ്ടികൾ നിർത്തിയിടാൻ സൗകര്യമുണ്ടായാൽ ഇവിടെ നിന്നും കൂടുതൽ ട്രെയിനുകൾക്ക് യാത്ര തുടങ്ങാനാകും. സംസ്ഥാനത്തെ 5 കോർപ്പറേഷനുകളിലെ റെയിൽവേ സ്റ്റേഷനുകളും അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി 500 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനം നടക്കുമ്പോൾ കണ്ണൂരിൽ 20 കോടി രൂപയിൽ താഴെ പ്രവൃത്തികൾ മാത്രമാണ് നടക്കുന്നത്. തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നായിട്ടും കണ്ണൂരിലെ ഫുട് ഓവർ ബ്രിഡ്ജ് വീതി കൂട്ടാനോ പുതിയവ നിർമ്മിക്കാനോ റെയിൽവേ തയ്യാറാകുന്നില്ല. ജനശതാബ്ദി എക്സ്പ്രസ് ആഴ്ചയിൽ 7 ദിവസവും സർവീസ് നടത്തണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. കോഴിക്കോട് വരെയുള്ള ജനശതാബ്ദി കണ്ണൂർ വരെ നീട്ടാനുള്ള ആവശ്യത്തിനും റെയിൽവേ സ്റ്റേഷൻ വികസനം തടസ്സം നിൽക്കുകയാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ 7.19 ഏക്കർ സ്ഥലം സ്വകാര്യ കമ്പനിക്ക് പാട്ടത്തിന് നൽകിയതോടെ 4ാം പ്ലാറ്റ്ഫോം നിർമ്മാണം ഇനി നടക്കുമോ എന്ന് സംശയമാണ്. റെയിൽവേ സ്റ്റേഷന്റെ വികസനം ഇല്ലാതാക്കുന്ന പാട്ടം കൊടുക്കലിനെതിരെ പാർലമെന്റിൽ ശബ്ദമുയർത്താനോ വികസന പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടാനോ കണ്ണൂർ MP എന്ന നിലയിൽ കെ സുധാകരന് സാധിക്കുന്നില്ലെന്ന ആരോപണവുമുണ്ട്. യാത്രക്കാരുടെ പ്രധാന ഗതാഗത കേന്ദ്രമായിട്ടും അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും ഒരുക്കുന്നതിൽ റെയിൽവേ വീഴ്ച വരുത്തുന്നു. യാത്രാനുഭവം മെച്ചപ്പെടുത്തുന്നതിനും യാത്രക്കാർ നേരിടുന്ന വെല്ലുവിളികൾ നേരിടുന്നതിനും പ്രാദേശിക ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനും സ്റ്റേഷനിലെ അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും നവീകരിക്കേണ്ടത് അത്യാവശ്യമാണ്.